സൂക്ഷിച്ചേ. സ്റ്റെപ്പ് 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 സ്റ്റെപ്പ്. സോഫിയരി ഹായ് മെർലിൻ ചേച്ചി. ഹായ് ബാറു. എന്താ ഇവിടെ? വീണ കാര്യം പറയല്ലോ. ഞാനേ ഇൻഫോ പാർക്കിൽ പോയേ. അപ്പൊ കേശുവിനെ അവിടെ വഴിയിൽ വെച്ച് കണ്ടു. പിന്നെ നിങ്ങളിവിടെ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാ. എല്ലാം യാദൃശ്യമായിട്ടാണല്ലോ. അതെ അതെ അടി, എല്ലാം യാദൃശ്യമായിട്ടാണ്. എന്നാലും ഇപ്പൊ എന്താണ് ഇപ്പൊ യാദൃശ്യമായിട്ടാണ്? ചേച്ചി ഇങ്ങോട്ട് വന്ന എന്തിനാന്നാണ്? പാറുമോൾ ഇവിടെ ഉണ്ടോന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പാറു ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ പാറുവിനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. ആണോ ചേച്ചി? ഇരുന്നായിരുന്നു. എടാ ആരാടത്? ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ പാറമട വീടിന്റെ അടുത്താണ് താമസം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ചായ കുടിച്ചിട്ടു. എന്നും അവിടെ ആയിരുന്നു. ഇവര് തമ്മില് ഇടയ്ക്ക് ഒന്ന് പിണങ്ങിയായിരുന്നു. എപ്പോഴാട്ടാ സോൾവ് ആയേ? അങ്ങനൊന്നുമില്ല, കുഞ്ഞൊരു സൗന്ദര്യ പിണക്ക് വന്നു. സൗന്ദര്യ പിണക്കോ? മുട്ടനടിയായിരുന്നു. ഇത് അമ്മായി വന്നിട്ട് ചേച്ചിയെ പഞ്ഞി കിട്ടും. അവസാനം ചേച്ചി ഇറങ്ങി ഓടി. ആര്? നമ്മുടെ ഗൗരിയാ? പിന്നില്ലേ, അമ്മായി ഭയങ്കര കലിപ്പിലല്ലേ? ആണോ അച്ഛേ? ഏയ് പാറു ചുമ്മാ വെറുതെ പറയുന്ന. അത് മാത്രോ, അച്ഛൻ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി മെർലി ചേച്ചിയുടെ അച്ഛനെ പോയി കാണാൻ പോയി. കല്യാണോ? കേശു എന്തൊക്കെ പറയുന്ന? കല്യാണം എന്ത് കല്യാണം അല്ല. അല്ല അങ്ങനല്ല. ആർക്ക് കല്യാണോന്ന്? അല്ല അങ്ങനല്ല. നില്ലേ, ഞാൻ പറയാം. പാറു നീ ചേച്ചി കല്യാണം ഉറപ്പിക്കാൻ. അത് കറക്റ്റ്. പാറു നീ കൊറേ ആയേ നമ്മുടെ ഇവിടെ ഞങ്ങളെ തമ്മിലുള്ള പിണക്കമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മാറ്റാൻ വേണ്ടിട്ട് എന്റെ അച്ഛായി നല്ലൊരു അച്ഛനെ പോയി കണ്ട് സംസാരിക്കേ. സിമ്പിൾ. നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറ്റാൻ വേണ്ടി നിന്റെ അച്ഛൻ ഈ കൊച്ചിന്റെ അച്ഛനെ കാണാൻ പോയി, അതല്ലേ? കറക്റ്റ്. കേസു, ഇവങ്ക യാര്? അതാണ് നീ മിണ്ടല്ലേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതെ, എങ്ങനെയുണ്ട്? சூப்பரா இருக்கா. இவ்வளோ அழகான பெஸ்ட் ஃப்ரெண்ட் உனக்கு எப்படி கிடைச்சது? അഴുകിയിരിക്കുന്ന. அழகி. அழகினா உங்க லாங்குவேஜ்ல பங்கி. മങ്കിയ? மங்கி இல்லப்பா, என்ன சொல்ல, பியூட்டிஃபுல். ഓ, ചേട്ടൻ നോക്കിയും കണ്ടല്ലേ തെരഞ്ഞെടുത്തു. இவங்க படிக்கிறாங்களா? ഇവങ്ക പഠിക്കറാങ്ങളാന്ന്? നന്നായിട്ട് പഠിക്കും. പഠിക്കുക മാത്രല്ല വരയ്ക്കുകയും ചെയ്യും. ചിത്രകല സൂപ്പറായിട്ട് വരയ്ക്കും ഇല്ലേ? നമ്മുടെ പാറമട വീടിന്റെ ഒക്കെ പടം സൂപ്പറായിട്ട് വരയ്ക്കും. ചേച്ചി ചേച്ചി കേശവന്റെ പടം വരച്ചിട്ടുണ്ടോ? ഇല്ല. മെർലിനെ, നമുക്ക് നമ്മുടെ പാറക്കുട്ടിയുടെ പടം, വലിയൊരു പടം വരച്ച് നമ്മുടെ ഹാളിൽ തൂക്കണം. ചേട്ടൻ എന്താ എന്റെ അടുത്ത് ഇത്ര സ്നേഹം? എന്തോ പിന്നെ എന്റെ കൊച്ചനെ എനിക്ക് സ്നേഹം കാണൂലേ? അല്ല, ഇതെന്താ എല്ലാരും പുറത്തേക്കുന്ന? എടാ വാ, അകത്തോട്ട് വാ. ചേച്ചി വെറുതെ ആലോചിച്ച തന്നെയായിരുന്നേ. അതെന്താ പാറു അങ്ങനെ പറഞ്ഞേ? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യം. പാറു മക്കളെ, നിനക്ക് എന്തിന്റെ കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പമില്ല ആന്റി. കേശവടൻ രാവിലെ ഇറങ്ങിപ്പോയതിന്റെ കാര്യം എന്താന്നറിയോ? ഇല്ല. ഇതാണ് കാരണം. അതെ, നീ പാറ നീ പോയേ. മെർലിൻ പോ, അകത്തോട്ട് പോയെ. അകത്തോട്ട്. മെർലിൻ നടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചെറിയ പെയിൻ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. കുഴപ്പമുണ്ടെങ്കിൽ പറയണേ. എന്താ? എടുത്തോണ്ട് പോ. ഈ പോക്ക് പോവാണെങ്കിൽ പാറുവിനെ ഞാനൊരു എടുപ്പെടുക്കും. എന്നെ ആരും എടുക്കണ്ടായേ. എന്റെ പൊന്നു പാറു, നീ ഇങ്ങോട്ട് വന്നേ. എടാ വാ, അകത്തോട്ട് വാ. വാങ്ക. ആ ചെറിയ കൊച്ചു എന്തൊക്കെയാ പറഞ്ഞൂട്ടേ? കൊച്ചല്ലേ, അതെന്തെങ്കിലുമൊക്കെ കിടന്ന് പറയണമെന്ന് വെച്ചാൽ കാര്യം കാര്യമായിട്ട് എടുക്കൂ. എന്നാ മനസ്സിൽ കണ്ണില്ല. ഇനി കാല് വേദന. പൊക്കോ പറഞ്ഞു. കൊതുപ്പ് കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.